ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം ഒരു പഠനമായിട്ടാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനം മാളികമുറിയിൽ ശിഷ്യ സമൂഹത്തിനുണ്ടായി എന്ന് നാം ഈ ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കുവാൻ റെഡിയായി തീർന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഒരു മുൻകാല സൂചനകളോ അടയാളങ്ങളോ അതിന്റെ പ്രത്യക്ഷമായ അവരോഹണത്തെക്കുറിച്ച് യാതൊരു മുൻധാരണകളും ഈ സമൂഹത്തിന് ശിഷ്യന്മാർക്കില്ലായിരുന്നു. പെന്തക്കോസ്തിൽ വെളിപ്പെട്ട ആത്മശക്തിയിൽ കൊടിയ മുഴക്കമുണ്ടായിരുന്നു, വലിയ ശബ്ദം. അതുമാത്രമല്ല, വീട് മുഴുവനും നിറച്ചു എന്ന് കാണുന്നു. വീണ്ടും വായിക്കുമ്പോൾ അവരുടെ മേൽ പതിഞ്ഞു. വീണ്ടും നാം കാണുന്നത് അവർ പറഞ്ഞു, അല്ലെങ്കിൽ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. വലിയൊരു ശബ്ദം കാതു കേട്ടു. നാവ് കൊണ്ട് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു, നാവ് പറഞ്ഞു. അത് മാത്രമല്ല, വീട് മുഴുവനും നിറച്ചു. ഇങ്ങനെ പറയാം, നിറച്ചു, പതിഞ്ഞു, പറഞ്ഞു. ഇന്നും ഇതാണ് ആവശ്യം. നമുക്ക് കൈമോശം വന്നതും ഈ ഒരു നിറവാണ്, ഈ ഒരു പകർച്ചയാണ്, ഈ ഒരു വ്യാപാരമാണ്, ഈ ഒരു കവിഞ്ഞെടുക്കാണ്. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാവിന്റെ നിയന്ത്രണം, കാതിന്റെ നിയന്ത്രണം, ചെവിയുടെ നിയന്ത്രണം, അപ്പോൾ തന്നെ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് പുതിയ ഏറ്റെടുത്തു. അവർ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ നിയന്ത്രണം, കാറ്റും തീയും എല്ലാം ഒന്നിച്ച് സമ്മേളിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതായിരുന്നു പെന്തക്കോസ്തിന്റെ തുടക്കമെങ്കിൽ ഇതിന്റെ പുരോഗതിയും വളർച്ചയും, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം അന്ത്യകാലത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഇടപെടലുകൾ എപ്രകാരമായിരിക്കും? എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വിലക്ക്, അതിരുകൾ? എന്തുകൊണ്ട് ആത്മാവിന്റെ പ്രവർത്തികളെ പരിമിതപ്പെടുത്തുന്നു? വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ടോ നാം ആത്മനിർഭന്റെ ജീവിതം, ആത്മാവിലുള്ള ജീവിതം, ആത്മാവിനാൽ നയിക്കപ്പെടുക, ആത്മനിർണയങ്ങളെ സഭ ഇന്ന് വേണ്ട രീതിയിൽ വിലമതിക്കുന്നില്ല. അതിനു പകരം തത്വചിന്തകളും ജ്ഞാനികളും ബുദ്ധിമതികളും മാനുഷിക ഭാവത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് കൂടി. ഇന്നത്തെ എല്ലാ വിഷയങ്ങളും സെറ്റിൽ ചെയ്യുവാൻ രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ചങ്ങാത്തം, അല്ലെങ്കിൽ സാമൂഹികവും സാംസ്കാരികവും ഭൗതികവും ലൗകികമായ സംയോജനങ്ങൾ ഒന്നിച്ച് സമ്മേളിച്ച് ആത്മീയതയെ, ഉണർവുകളെ, ദൈവപ്രവൃത്തിയെ മണ്ണിട്ട് മൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും കാണുവാൻ കഴിയുന്നത്. ആത്മചലനങ്ങളെ നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല, അതിനെ ചോദ്യം ചെയ്യുവാനും അതിന്റെ മഹത്വത്തെയും വീര്യത്തെയും ശക്തിയെയും പലപ്പോഴും ഇകഴ്ത്തി കാണിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ ഒരിക്കൽ കൂടെ നമുക്ക് വീണ്ടും മാളികമുറിയുടെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. മാളികമുറിക്ക് ശേഷം 120, 3000 ദേവാലയത്തിന് മുന്നിൽ ഇരുന്ന ഒരു മുടന്തനെ എഴുന്നേൽപ്പിച്ച നിമിത്തം 3000, 5000. പിന്നത്തേതിൽ ശിഷ്യന്മാരുടെ എണ്ണം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത പോലെ വളരെ കൂടി. പിന്നത്തേതിൽ ആ ഒരു പകർച്ച, ആ ഉണർവിന്റെ മാറ്റൊലി യെരുശലേമിൽ നിന്ന് യഹൂദിയയിലേക്കും ശമരിയിലേക്കും കൊർന്നല്യോസിന്റെ സൈനിക ക്യാമ്പിലേക്കും അന്ത്യോക്യയിലേക്കും മക്കദോനിയയിലേക്കും അവിടുന്ന് ഏഷ്യ മൈനർ മുഴുവനായും യൂറോപ്പിലുടനീളം അത് റോമിലും എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. ഇന്നിന്റെ പ്രാധാന്യം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളെ വളരെ അവമതിപ്പോടെ കാണുന്ന സഭകളുടെ എണ്ണം കൂടി വരികയാണ്. നമ്മുടെ സമൂഹത്തിൽ പരിശുദ്ധാത്മാവിന്റെ ജീവജല നദിയുടെ ഉറവ വറ്റി വരണ്ട് വളരെ ശുഷ്കിച്ചു പോയിരിക്കുന്ന അവസ്ഥ ഖേദകരമാണെന്ന് പറയാൻ മാത്രമേ കഴിയൂ. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് യോവേൽ പ്രവചനത്തിൽ നിന്നൊരു പ്രവാചക ദൂത് വിളിച്ചു പറയുകയാണ്. എന്നാൽ യോവേൽ ആ ദൂത് പറയുന്നതിന് മുമ്പേ മോശ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ആഗ്രഹിക്കുന്നു: യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മോശ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ആശിച്ചു. സംഖ്യാപുസ്തകം 11:29 നാം വായിച്ചത്. എന്താണ് മോശ ഇച്ഛിച്ചത്? എല്ലാവരും പ്രവാചകന്മാരാകണം, എല്ലാവരുടെ മേലും ഈ ആത്മാവ് വരണം, എല്ലാവരും ആത്മാവിൽ നിറയണം. മോശ ആഗ്രഹിച്ചെങ്കിൽ അത് യോവേൽ പ്രവചിച്ചു. ഇങ്ങനെ പറയട്ടെ, മോശ ആഗ്രഹിച്ചത് യോവേൽ പ്രവചിച്ചു. പ്രവാചകനായ യോവേൽ പറയുന്നത് ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ എല്ലാവരും പ്രവചിക്കും, പുതുഭാഷകൾ സംസാരിക്കും, സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുന്നവർ ആ നാളുകളിൽ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മോശ ആഗ്രഹിച്ചത്, യോവേൽ പ്രവചിച്ചത് ഇന്ന് നമ്മുടെ തലമുറയിൽ വീണ്ടും സംഭവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തലമുറകൾ എല്ലാവരും ആത്മാവിൽ നിറയും. അഭിഷേകം വഹിക്കുന്ന ഒരു പാത്രമായി നമ്മുടെ തലമുറകൾ തീരും. കാലഘട്ടത്തിന്റെ ദൂത് അരുളി ചെയ്യുവാൻ നമ്മുടെ തലമുറകളെ ദൈവം അഭിഷേകം ചെയ്യും. അവർ എല്ലാവരും പ്രവാചകന്മാരായി തീരും. പ്രവചനം മാത്രമല്ല, വെളിപ്പാടുകൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ അവർക്കുണ്ടാകും. അത് പുത്രന്മാർ എന്ന് പറയുമ്പോൾ എല്ലാ ബാലന്മാരും, എല്ലാ പുത്രന്മാരും, എല്ലാ യൗവനക്കാരും, അതിനർത്ഥം എല്ലാ യുവതിയുവാക്കളും. യോവേൽ വൃദ്ധന്മാരെ പോലും വിട്ടിട്ടില്ല, ദാസന്മാരെ ഒഴിവാക്കിയിട്ടില്ല. ആ കാലത്ത് ഞാൻ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ എന്റെ ആത്മാവിനെ പകരും. എന്തോ വലിയൊരു കാലം. നാം അതിനെക്കുറിച്ച് സംസാരിച്ചാട്ടെ. പരാജയങ്ങളെക്കുറിച്ച്, പിന്മാറ്റത്തെക്കുറിച്ച്, തോൽവിയെക്കുറിച്ച്, ഇന്നലകൾ ഉണ്ടായ വീഴ്ചയെക്കുറിച്ച് പറയാതെ സഭയ്ക്ക് മുൻപോട്ട് പോകേണ്ട ദർശനങ്ങളെക്കുറിച്ച്, പ്രവാചക അധികാരം ഏറ്റെടുക്കുവാൻ പര്യാപ്തമായ ഒരു തലമുറ ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പത്രോസ് എഴുന്നേറ്റ് പറയുന്നതും ഇത് മറ്റൊന്നുമല്ല, പ്രവാചക ദൂതുകളുടെ
നിവൃത്തീകരണമാണ്. പ്രിയമുള്ളവരെ, 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് എത്ര ശക്തിയോടെ, എത്ര അധികമായി നമ്മുടെ തലമുറയിൽ അതിന് മുഴുവലത്തോടെ പരിശുദ്ധാത്മാവിന്റെ ഒരു ചാറൽ മഴയാൽ, ഒരു വലിയ വൻമാരി, സ്വർഗം തുറന്ന് പെയ്തിറങ്ങുന്ന ഒരു വൻമഴ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ സമൂഹത്തെ ചലിപ്പിക്കുവാൻ, ജീവിപ്പിക്കുവാൻ, ഉത്തേജിപ്പിക്കുവാൻ ഇനിയും ഒരു പിന്മഴയ്ക്കേ കഴിയത്തുള്ളൂ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്തെങ്കിൽ കർത്താവായ യേശുവിന്റെ മടങ്ങിവരവിന് മുമ്പായി വീണ്ടും ഒരു പിന്മഴ. അത് അതിനുശേഷം വലിയൊരു കൊയ്ത്താണ്. കൊയ്ത്ത് ലോകാവസാനം എന്ന് ബൈബിൾ പറയുന്നു. അപ്രകാരം ഒരു ഹാർവസ്റ്റ് നമ്മുടെ തലമുറയിൽ ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. മാളികമുറിയിലെ ഈ ശിഷ്യ സമൂഹത്തെ കണ്ടപ്പോൾ ലഹരി പിടിച്ചവരാണെന്ന് അവർക്ക് തോന്നി. കാരണം സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റെന്തിനാലോ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ. പത്രോസ് പറയേണ്ടി വന്നു, ഞങ്ങൾ ആരും വീഞ്ഞു കുടിച്ച് മത്തരായതല്ല, ഇത് പുതുവീഞ്ഞാണ്. ഇതാണ് പെന്തക്കോസ്തിന്റെ ലഹരി. അത് ആത്മാവിന്റെ ജീവിതമാണ്. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തവരാണ്. ഞങ്ങളെ നിയന്ത്രിക്കുന്നത് മറ്റു ഭാഗ്യമായി യാതൊരു ശക്തികളുമല്ല. ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മശക്തി. പത്രോസിന് പറയേണ്ടി വന്നു. എന്താണ് പറഞ്ഞത്? ഒരുവനിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവന് ബുദ്ധിയെയും ഇച്ഛയെയും വികാരത്തെയും ശരീരത്തെയും പഞ്ചേന്ദ്രിയങ്ങളെയും എല്ലാം സ്പർശിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഒരു മാറ്റം. ഞങ്ങൾ പഴയ വ്യക്തികളല്ല. 40 ദിവസത്തിനു മുമ്പ് അല്ലെങ്കിൽ 50 ദിവസത്തിനു മുമ്പ് പിന്മാറിപ്പോയ, തള്ളിപ്പറഞ്ഞ, വിട്ടുപോയ, ദൗത്യം ഉപേക്ഷിച്ചിട്ട് പോയ വ്യക്തികളല്ല ഞങ്ങൾ. ഒരു വലിയ മാറ്റം. പെന്തക്കോസ്തിന് മുമ്പും പെന്തക്കോസ്തിന് ശേഷവും എന്ന് പറയത്തക്ക ക്രമത്തിൽ ഈ പരിശുദ്ധാത്മാവ് അവരെ സ്വാധീനിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ ടൈം ടേബിൾ മാറ്റി. കാരണം നേരത്തെ അങ്ങനെ പ്രാർത്ഥനാ സമയം ഉണ്ടായിരുന്നവരൊന്നും അല്ല അവർ. ഇപ്പോൾ 1 അല്ല 3 അല്ല 10 ദിവസം മാളികമുറിയിൽ ഇരുന്ന് കാത്തിരിക്കുവാൻ അവർ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതുവരെയും ആവലോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ അവർ തയ്യാറാണ്. സമയം ഇപ്പോൾ അവർക്ക് വിഷയമല്ല. ന്യായപ്രമാണത്തിൽ ഒരു വാക്യം പോലും തെറ്റുകൂടാതെ പറയാൻ കഴിയാത്ത പത്രോസിന് യോവേൽ പ്രവചനത്തിലെ വാക്യങ്ങളെല്ലാം താൻ കാണാതെ പറയും. സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് താൻ യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് വെളിപ്പെടുത്തും. ഇസ്രായേലിന്റെ ശക്തനായ രാജാവായ ദാവീദിനെ കുറിച്ച് പത്രോസ് വളരെ വ്യക്തമായി പറയും. നമുക്ക് ദൈവം നാളെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇതൊക്കെ പത്രോസിന് എങ്ങനെ വെളിപ്പെട്ട് വന്നു? ആര് ഓർമ്മപ്പെടുത്തി? ആര് പഠിപ്പിച്ചു? യോവേൽ പ്രവചനവും സങ്കീർത്തനങ്ങളും പഴയ നിയമ ചരിത്രത്തിൽ ദാവീദിനുള്ള സ്ഥാനവും ഇതെല്ലാം പറയുവാൻ പത്രോസിനെ പ്രാപ്തനാക്കി പരിശുദ്ധാത്മാവ്. ദാവീദിന്റെ പുത്രനെ കുറിച്ച് പറയുവാൻ ഇപ്പോൾ പത്രോസിന് 100 നാവാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ ആത്മാവ് വ്യത്യാസപ്പെടുത്തി, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി സമൂല മാറ്റമാണ്. ജീവിതത്തിൽ ആകമാന പരിവർത്തനമാണ്. പിന്നെ ആ വ്യക്തി ഒരു പഴയ മനുഷ്യനാണ്. പത്രോസ് ഒരു പഴയ ശീമോനല്ല, ഇന്ന് അവനൊരു കേഫായാണ്. ആ പത്രോസ് കർത്താവ് നൽകിയ താക്കോൽ ഉപയോഗിച്ച് ന്യായപ്രമാണത്തിൽ നിയമങ്ങൾ കൊണ്ട് അടച്ചിട്ടിരുന്നു യഹൂദ മതത്തിന്റെ താഴ് പത്രോസ് തുറന്നു. അവർ കാത്തിരിക്കുന്ന വാഗ്ദത്ത മെസ്സിഹ യേശുവാണെന്ന്, നിങ്ങൾ ക്രൂശിച്ച ദൈവപുത്രനെയാണെന്ന് പത്രോസ് സധൈര്യം വിളിച്ചു പറഞ്ഞു. ദാവീദ് ദ്രവത്വം കണ്ടു, എന്നാൽ ദാവീദിന്റെ പുത്രൻ ദ്രവത്വം കണ്ടില്ല. കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ സാധ്യമായില്ല. പ്രിയമുള്ളവരെ, എത്ര വലിയ മാറ്റം. നമുക്ക് തുറമാനമായി വീണ്ടും അപ്പോസ്തലപ്രവൃത്തിയിൽ ചിന്തിക്കാം. ഈ പഠനങ്ങൾ നമുക്ക് എല്ലാവർക്കും സഹായകരമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. വീണ്ടും ആവർത്തിച്ച് പുസ്തകം വായിക്കാം. ആഴമേറിയ വലിയ ദൂതുകൾ ഇതിലുണ്ട്. നിശ്ചയമായി ഈ പഠനം ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.